ഹലോ നമസ്കാരം, എവർമോർ ബ്യൂട്ടി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ നമ്മുടെ നമ്മുടെ ബ്രഹ്മയ്ക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ ഫുഡാണ് ഇന്ന് അവനുണ്ടാക്കിയേക്കുന്നത്. വെജിറ്റബിൾ ആണ്, മത്തങ്ങ, ബീട്രൂട്ട്, പിന്നെ പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ്, ഇതൊക്കെ ഇട്ടിട്ടാണ് ഇന്ന് അവന് ഫുഡ് ഞാൻ ഇന്ന് ചെയ്തേക്കുന്നത്. ഇതിപ്പം നന്നായിട്ട് നല്ലപോലെ വെന്തു കുഴച്ചിട്ടാണ് അവന് കൊടുക്കുന്നത്. ഞാനങ്ങനെ അവൻ്റെ ഫുഡിൻ്റെ വീഡിയോ ഒന്നും ഞാനങ്ങനെ അധികം ഇടാറില്ല, ആർക്കും അങ്ങനെ കാണിച്ചു കൊടുക്കാറില്ല. പക്ഷേ ഇന്നൊന്ന് കാണിക്കണമെന്ന് തോന്നിയോണ്ടാണ് കാണിക്കുന്നത്. പിന്നെ അതായത് നമ്മുടെ അവന് ഫുഡ് ഇങ്ങനെ കൊടുക്കുന്നത് ഇങ്ങനെ സാധാരണ കാണിക്കില്ല ഞാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ്, അത് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. പിന്നെ നല്ലപോലെ അവൻ്റെ ഫുഡ് നല്ലപോലെ അവൻ്റെ കുക്കറിലാണ് വെച്ചിരിക്കുന്നത്. അത് വെച്ച് നല്ലപോലെ മാച്ച് ചെയ്ത് അവന് ഫുഡ് നല്ല 2-3 പിസിലടിച്ചപ്പോൾ നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് നല്ല പൊന്നിയരിയാണ് ഇടുന്നത്. ചോറ് വയ്ക്കുന്നത് അവന് നമ്മൾ നല്ല അരിയൊക്കെ ഇട്ട് തന്നെ നല്ല നീറ്റായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ആ ഫുഡ് ഇന്നത്തെ ഫുഡാണ് അവന്. ഇതാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത്. മത്തങ്ങ അല്ല ഇതില്ലേ അവൻ്റെ ഫുഡ്. അതുപോലെയാണ് ചെയ്യുന്നത്. നമുക്കും കൂടെ കഴിക്കാൻ തോന്നുന്ന പോലെയാണ് ഉണ്ടാക്കുന്നത്. എന്ന് വെച്ചിട്ട് നമ്മൾ കഴിക്കത്തില്ല, ഇതല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത് കേട്ടോ, തെറ്റിദ്ധരിക്കുന്നതേ. അപ്പം അത്രയും നീറ്റായിട്ടാണ് കുഞ്ഞിന് കൊടുക്കുന്നത്. നമ്മുടെ എനിക്ക് എൻ്റെ വീട്ടിലെ, അതായത് എൻ്റെ ബ്രഹ്മയല്ലേ, അവന് ഞാൻ ഫുഡ് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കും. ഇതിനകത്ത് പിന്നെ ചിലപ്പോൾ ഇതിനകത്ത് തൈരൊഴിച്ച് നല്ലപോലെ. ഹലോ, ബ്രഹ്മ ഫുഡിന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ ബ്രഹ്മയുടെ ഫുഡ് ഉണ്ടാക്കി. അപ്പം നല്ലപോലെ കുറച്ച് മുട്ടയൊക്കെ ഇട്ട് അവന് ചെയ്യുവാണ്. അപ്പം എന്താ പറയുക, ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ആശ. എവിടെ വന്നിരിക്കുന്നത്, ആളിങ്ങനെ സുന്ദരനായിട്ട് ഇങ്ങനെ വന്നിരിക്കുക. മമ്മിയുടെ സുന്ദരങ്ങി വാ, ശരി ഇപ്പം റെഡി ആയിട്ടാ. അപ്പം തന്നെ മമ്മി തന്നെ കേട്ടോ, വിഷമിക്കണ്ട കേട്ടോ. ബ്രഹ്മ മമ്മി നന്നായിട്ടൊന്ന് ഇളക്കണത്. ഇളക്കിയാലില്ല, ചൂട് ഭയങ്കര ചൂടാട്ടോ, തണുത്തിട്ട് തരാം കേട്ടോ. അപ്പം എന്താണ് ബ്രഹ്മക്കുട്ടി, ബ്രഹ്മചുറ്റി, ബ്രഹ്മു. അപ്പോൾ നമ്മുടെ ബ്രഹ്മയുടെ ഫുഡൊക്കെ ഉണ്ടാക്കി. അപ്പം നമ്മൾ ഇനി ബ്രഹ്മയ്ക്ക് ഫുഡ് കൊടുക്കണം. ബ്രഹ്മയുടെ ഫുഡ് അമ്മേ കുക്കറിലോട്ട്. എല്ലാവരും കണ്ടു. പിന്നെ വേറെ എന്താ വിശേഷം, നാട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? പിന്നെ നമ്മൾ എന്താ പറയേണ്ടതെന്ന് അറിയാമേ, അതൊന്നും എന്തൊക്കെയോ പറഞ്ഞു. അപ്പം എൻ്റെ ബ്രഹ്മക്കുട്ടി, ഇത് ബ്രഹ്മക്കുട്ടി എവിടെ? ബ്രഹ്മക്കുട്ടി എവിടെ? ബ്രഹ്മക്കുട്ടി എവിടെ? വയ ബ്രഹ്മ 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 ചോത്തേ ബ്രഹ്മോ. ഇത് ഫുഡ് കഴിക്കാൻ വന്നതാണോ? ഫുഡിന് വേണ്ടി വന്നതാണോ? ശരി മമ്മി, തൈരെടുക്കട്ടാ. ഇപ്പോൾ നമ്മി തൈര് തരാം കേട്ടോ. നല്ല ആരോഗ്യമുള്ള തൈരാണ് അവന് കൊടുക്കുന്നത് ഞാൻ. അപ്പോൾ ഫുഡിന് വേണ്ടിയിട്ട് വന്ന് എൻ്റെ അടുത്ത് വന്ന് കിടക്കാണ്. നല്ലപോലെ ഇളക്കി ബ്രഹ്മേ.
ബ്രഹ്മയ്ക്ക് ഭയങ്കര മടിയാണ്. അപ്പം നമ്മളിന്ന് ബ്രഹ്മയുടെ ഫുഡിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ബ്രഹ്മയുടെ ഫുഡ് ഇന്ന് ബ്രഹ്മയ്ക്ക് ഞാനിങ്ങനെ അധികം ബ്രഹ്മയ്ക്ക് ഫുഡ് ഇങ്ങനെ ഇതില്ല, അപ്പോൾ വീഡിയോ ഞാൻ ചെയ്യാറില്ല. ഇന്നൊന്നും വീഡിയോ ചെയ്യണമെന്ന് തോന്നി, കാരണം അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. ബ്രഹ്മ ഇതേ ഫുഡ് റെഡി ആയിട്ടുണ്ടല്ലോ. ടേസ്റ്റ് നോക്കണോ ബ്രഹ്മ? ഫുഡിൻ്റെ ടേസ്റ്റ് അറിയണ്ടേ ബ്രഹ്മയ്ക്ക്? എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഇത് മമ്മിയുടെ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കട്ടെ. ടേസ്റ്റ് നോക്കിക്കേ, ടേസ്റ്റ് കൊള്ളാമോ? ഇങ്ങനെയാണോ തെറിപ്പിച്ചാണോ ടേസ്റ്റ് നോക്കുന്നത്? തെറിപ്പിക്കാൻ ടേസ്റ്റ് നോക്ക്. തെറിപ്പിക്കരുത്. മമ്മിയുടെ നേരത്തെ തെറിക്കാനത് നല്ല നല്ല എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? ഇഷ്ടപ്പെട്ടോ ബ്രഹ്മ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ ബ്രഹ്മ? ഓക്കെ ആണോ? ഫുഡ് എങ്ങനെയുണ്ട് ബ്രഹ്മ? നന്നായിട്ടുണ്ടോ ബ്രഹ്മ? ഇഷ്ടപ്പെട്ടോ ബ്രഹ്മ? ഇവിടെ ഫുഡ് ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഇന്ന് ഞങ്ങൾ ബ്രഹ്മയ്ക്ക് ഇന്ന് ഉണ്ടാക്കിയത് മത്തങ്ങ, പിന്നെ വെജിറ്റബിളൊക്കെ ഇട്ടിട്ടാണ്. ബീട്രൂട്ട്, മത്തങ്ങ, കിഴങ്ങ്, പിന്നെ തൈര്, മുട്ട. ഇത് ഇത്രയാണ് അവനിപ്പോൾ ഇത് ചേർത്തിരിക്കുന്നത്. ഇത്രയും കൊടുത്തിട്ടാണ് ചെയ്തത്. ഇപ്പം 2 പച്ചമുട്ട അടിച്ച് ചൂട് ചോറിനകത്ത് എടുത്ത് അഴിച്ചു കഴിഞ്ഞാൽ ആ മുട്ട എന്ത് അപ്പം അത് ഓവർ കഴിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ കുട്ടി ഇങ്ങനെ കാത്തു നിൽക്കുവാണ്. മമ്മി എപ്പോഴാണ് എനിക്ക് ഫുഡ് തരുന്നതെന്ന് നോക്കിയിട്ട്. ചൂടാണ് ബ്രഹ്മ, തണുത്തതിന് ശേഷം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബ്രഹ്മ ഒന്ന് സമാധാനത്തിലിരിക്കുക. ബ്രഹ്മ ഒന്ന് സമാധാനത്തിൽ ഇരിക്കാണ്. അയ്യോ ഓടിട്ടില്ല, വീട്ടിൽ നിൽക്കുന്നതല്ലേ. ഓ ഹലോ, നമ്മുടെ ബ്രഹ്മക്കുട്ടിയെ കണ്ടോ? ബ്രഹ്മക്കുട്ടിയുടെ കണ്ടല്ലോ, ബ്രഹ്മക്കുട്ടിയുടെ ഫുഡ് നിങ്ങളെല്ലാവരും കണ്ടു. നമ്മുടെ ബ്രഹ്മ ഇങ്ങനെ ടേസ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റൊക്കെ നോക്കിയിരിക്കുക. അതിൻ്റെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അവനോട് ടേസ്റ്റ് ചെയ്യാൻ ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ടേസ്റ്റൊക്കെ നോക്കി ഇഷ്ടപ്പെട്ടു. അതാണ് അങ്ങനെ ഇരിക്കാൻ കാരണം. അപ്പം ബ്രഹ്മച്ചിക്ക് സ്ലോലി വേണം. തറ വീഴാതെ കഴിക്കടാ മോനോ. എന്തിനും തെറിപ്പിക്കുന്നത്? ആർക്ക്? എന്റെ ദേഹത്തൊക്കെ തെറിക്കുന്നുണ്ടല്ലോ. തെന്തു എന്നെ നോക്കുന്നത്? ഇഷ്ടായോടി? ഇഷ്ടായെങ്കിൽ അമ്മ മമ്മിക്ക് ഒരു ഉമ്മ തന്നെ. ഇഷ്ടായെങ്കിൽ മമ്മിക്ക് ഒരു ഉമ്മ തന്നെ. ഒരു ഉമ്മതാ, മമ്മിക്ക് ഒരു ഉമ്മ തന്നെ. ഇഷ്ടായെങ്കിൽ ഒരു ഉമ്മ. ഇവിടെ എവിടെ ഉമ്മ? എന്റെ കാലിന്റെ കീഴിലല്ലേ? ഇവിടെ ഒരു ഉമ്മ. ഇഷ്ടപ്പെട്ടോ? ഒരു ഉമ്മതാ ഇങ്ങോട്ട്. ഒരു ഉമ്മ. ഇഷ്ടപ്പെട്ടോ? ഒരു ഉമ്മ. ചക്കര കുട്ടി ചൂടാ ഈ നോക്കിക്കൊണ്ടിരിക്കാൻ. ഈ ചൂടെങ്ങനെ ഞാൻ തരും? ശരി, ഓക്കെ ബ്രഹ്മ. ബ്രഹ്മയ്ക്ക് തണുക്കട്ടെ, ചോറ് തണുക്കട്ടെ. ഇനി ബ്രഹ്മയുടെ ഫുഡ് എടുത്ത് മാറ്റി കൊണ്ട് വെക്കട്ടെ. മമ്മി ഇതിൽ ചെമ്പി നിർത്ത് മാറ്റാം, കുക്കർ ചെയ്ത് മാറ്റാം. ബ്രഹ്മയുടെ ഫുഡ് ഇഡ്ഡലി പിന്നെ കുക്കറിൽ ഉണ്ടാക്കിയിട്ട് അപ്പുറത്തെ ഫുഡിൽ വേറെ സാധനത്തിൽ മാറ്റുന്നത്. എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം ഞാൻ ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. അത് നാളത്തെ ഒരു ദിവസത്തിൽ നാളെ ഉച്ചയ്ക്ക് വീട്ടിൽ രാവിലത്തേക്കും പിന്നെ വൈകിട്ടത്തേക്കും ഫുഡ്.
അങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത്. അതായത് ഒരു ദിവസം ഒരാളെ ഞാൻ ഫുഡ് ഉണ്ടാക്കും. എനിക്ക് ഞാൻ കുറച്ച് നാളത്തേക്ക് പെഡിഗ്രി നിർത്തി വെച്ചിരിക്കുകയാണ്. കാരണം ഞാൻ പെഡിഗ്രി കൊടുത്തോണ്ട് ഇപ്പം എല്ലാവരും പറഞ്ഞു പെഡിഗ്രി ഒന്ന് കൊടുത്ത് നിർത്താൻ പറഞ്ഞു. അങ്ങനെ ഫുഡ് ഉണ്ടാക്കിയത്. ഇപ്പം അതിന് ഫുഡ് റൈസ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇങ്ങനെ വെജിറ്റബിൾ റൈസ് കൊടുക്കും. ഓരോ ദിവസവും ഓരോ മെനുവാണ് കേട്ടോ. ഓരോ പ്രാവശ്യം ഓരോ രീതിയിലാണ് അവന് ഞാൻ ഫുഡ് കൊടുക്കുന്നത്. വെജിറ്റബിൾ വെച്ച് കൊടുക്കും. വെജിറ്റബിളും എല്ലാം അരിഞ്ഞു കൊടുക്കും. ക്യാരറ്റ്, ബീട്രൂട്ട്, പിന്നെ പൊട്ടറ്റോ, പിന്നെ അങ്ങനെ തൈര്, ഇതെല്ലാം ഒരു ദിവസം തൈരും ചോറും കൊടുക്കും. പിന്നെ ചിക്കൻ ഇതെല്ലാം ഇതേപോലെ വേവിച്ചിട്ട് അതും കൊടുക്കും. പിന്നെ പെരിക്കിരി കൊടുക്കും. പിന്നെ തൈര്, പാലും ചോറും കൊടുക്കും. അതൊക്കെ എനിക്ക് ഓരോ ദിവസം ഓരോ ഇഷ്ടത്തിനനുസരിച്ചാണ് അവർ ഫുഡ് കൊടുക്കുന്നത്. അവന് വയറ് നിറച്ച് ഫുഡ് കൊടുക്കുന്നത്. അങ്ങനത്തെ ബ്രഹ്മയ്ക്ക് ആഹാരത്തിന് നല്ല കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയാണ് അവന് ഫുഡ് കൊടുക്കാറ് പതിവ്. നല്ല വെജിറ്റബിൾ എല്ലാം വെച്ച് നിങ്ങളിങ്ങനെ വീട്ടിൽ നിങ്ങളും ഇങ്ങനെ കൊടുക്കാൻ ശ്രമിക്കുക. ബ്രഹ്മയ്ക്ക് നിങ്ങളുടെ വീട്ടിലെ ഡോഗിനൊക്കെ കൊടുക്കുക. ഫുഡ് നല്ല ഫുഡ് കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. അവർക്ക് കുറച്ചുകൂടെ ബെറ്റർ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അടുത്തൊരു വീഡിയോയുമായിട്ട് നമ്മൾ കാണുന്നതായിരിക്കും. അതുവരെയ്ക്കും ടാറ്റാ ബൈ. ടാറ്റാ ബൈ. എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതിന് എൻ്റെ വീഡിയോയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ ഇന്നെന്താ ഷെയർ ചെയ്യണം, എല്ലാം ചെയ്യണം. അപ്പം എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊള്ളുക. എൻ്റെ നല്ല നല്ല കൊച്ചു കൊച്ചു വീഡിയോ ആയിട്ട് ഞാൻ വീഡിയോ വരുന്നതായിരിക്കും, കാണാൻ വരുന്നതായിരിക്കും. നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ പറയുക, ഷെയർ ചെയ്യുക. അങ്ങനെയൊക്കെയല്ലേ നമ്മളെല്ലാവരും എല്ലാം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു. അങ്ങനെ ഞാനും ബ്രഹ്മ ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ ഫുഡ് കഴിക്കുന്ന സീനാണ്. ഞാൻ ബ്രഹ്മയുടെ അടുത്തിരിക്കുകയാണ്. ബ്രഹ്മ ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കുകയാണ്. നിങ്ങൾ കണ്ടോളി. ബ്രഹ്മ നോ നോ, ബ്രഹ്മ നോ, ബ്രഹ്മ നോ, ഓക്കെ നോ, ഗുഡ് ബൈ, ഗുഡ് ബൈ, ഓക്കെ ഗുഡ് ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, ഓക്കെ ഗുഡ് ബൈ, മമ്മിയുടെ ഗുഡ് ബൈ, ഗുഡ് ബൈ, ബ്രഹ്മു ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ ബ്രഹ്മ ചൊച്ച്, ബ്രഹ്മ ഈറ്റ്, ഈറ്റ്, okay, eat, good, 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 good. Brahma, no, no, Brahma, no, Brahma, no. Sit, goodbye. മമ്മിയുടെ സ്വത്ത് ഗുഡ് ബൈ. ഇതാണ് അരിശറിനുള്ളത്. ഇതെൻ്റെ സ്വത്തല്ലേ? മമ്മിയുടെ സ്വത്താണോ? മമ്മിയുടെ മുറ്റാണോ? മമ്മിയുടെ ഷൊട്ടാണോ? മമ്മിയുടെ മുറ്റാണോ? യെസ്, ഗുഡ് ബൈ. മൈ സൺസ് ഗുഡ് ബൈ. ബ്രഹ്മക്കുട്ടി ഗുഡ് ബൈ അല്ലേ? അപ്പോൾ മമ്മിയുടെ പൊന്നു, ഈറ്റ്, 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 ഈറ്റ്. എന്താ കഴിക്കുന്നില്ലേ? വേണ്ടേ? ഞാൻ ദേഷ്യപ്പെട്ടോ? ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ഈറ്റ്, ഓക്കെ, ഈറ്റ്, 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 ഓക്കെ, ഈറ്റ്. എന്താണ് ഇനി ഞാൻ പറയുന്നത് വിചാരിച്ചിട്ടാണോ? കഴിക്കുന്നില്ലേ? വിഷമ ഞാൻ പറഞ്ഞിട്ട് ദേഷ്യ ആണോ? അയ്യോടോ, സോറിയുടെ കണ്ണ. ഈറ്റ് ബ്രഹ്മ, ഈറ്റ്, ഗുഡ് ബൈ, ഈറ്റ്, ഈറ്റ്, ഗുഡ് ബൈ, ഈറ്റ്, ഈറ്റ്, ഓക്കെ ഓക്കെ. ഇനി ഞാൻ പറയില്ല, ഈറ്റ്, നോ പറയില്ല, കഴിച്ചോ. ഗുഡ് 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 ബൈ, ഗുഡ് ബൈ, ഗുഡ് ബൈ, ഗുഡ് ബൈ. ഭയങ്കര ഇതാണ്. ഞാൻ 2 പ്രാവശ്യം വേണ്ടാന്ന് സ്റ്റോപ്പ് ചെയ്തില്ലേ? അതിൻ്റെ ഒരു ഇതാണ് കാണിച്ചത് കേട്ടോ. അപ്പോൾ അവനങ്ങനെയാണ്. വേറെന്താണ് വിശേഷം? എനിക്ക് ശരിക്കും ഇവ മാത്രമേ ഉള്ളൂ കേട്ടോ കൂട്ടിപ്പം. ഇപ്പം എൻ്റെ വെറ്റ് ഇവനാണ്, എൻ്റെ കൂട്ടാണ്.
അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടോളി, നമ്മുടെ ബ്രഹ്മകുട്ടി ഫുഡൊക്കെ കഴിച്ചു. ഹലോ എല്ലാവർക്കും. എന്താ എവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോണേ ബ്രഹ്മ? ഇവിടെ നോക്കട, ഇവിടെ നോക്കട, ഇവിടെ നോക്കട. എവിടെ നിരക്കി പോണേ? എങ്ങോട്ടാ പോണേ? അതെന്താ ഇത് ബീട്രൂട്ട് ഒന്നും കഴിക്കാത്തത്? എബ്രഹ്മ ബീട്രൂട്ട് ഫുള്ള് എടുത്ത് കഴിച്ചേ. ഇതൊന്നും വെക്കാൻ പാടില്ല, എല്ലാം ഫുള്ള് കഴിക്കണം, ഫുള്ള് കേട്ടോ. കഴിക്കല്ല. ഇതെന്താ ആർക്ക് വെച്ചിരിക്കുന്നത്? ഇത് ബാക്കി ഇഷ്ടപ്പെട്ടോ? ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആൾക്കുള്ള ഫുഡ്. എന്തോന്നാടാ ഈ കാണിക്കുന്നത് കുട്ടി? എന്താടാ ബ്രഹ്മ? ഹലോ ശരി.